പ്രാധാന്യം ലോകത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത, പഠനം എങ്ങനെ എളുപ്പമാക്കാം, രസകരമാക്കാം തുടങ്ങിയ വിഷയം സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നു. വർഷാവസാനം സ്കൂൾ മെഗാ ക്വിസിൽ വിജയിക്കുന്നവർക്ക് വാർഷിക ദിവസം പ്രത്യേക സമ്മാനം നൽകി. ഒപ്പം നമ്മുടെ വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്റർ, പരിപാടിയുടെ അധ്യക്ഷനുമായ പ്രിയപ്പെട്ട സാലിയൻ മുഹമ്മദ് അലി സാറെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനും നമ്മുടെ ബഹുമാനരായ വിദ്യാഭ്യാസ ശ്രീ അബൂബക്കർ സാഹിബ് നമ്മുടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സബ്ജക്ട് ടീച്ചറിനെ വിളിക്കുമ്പോൾ ഇതിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഓൾമോസ്റ്റ് 6, 5, 4 പേര് പോയിട്ടുള്ളൂ അല്ലെ. അപ്പൊ വളരെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഉറങ്ങുന്നവരുണ്ട് ഞാൻ പിടിക്കും കേട്ടോ. പിടിച്ച് ഡെസ്കിലും ബെഞ്ചിലും കയറ്റി നിർത്താനുള്ള ഇടം വരുത്തരുത്. ഓക്കെ. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണീറ്റ് നിന്ന് ഒറ്റ പറഞ്ഞിട്ട് അങ്ങനത്തെ കുട്ടികളെ ഇഷ്ടം. എംപവർമെന്റ് എന്താണ് പറഞ്ഞ എന്ത്? ശാക്തീകരണം. ഓക്കെ. പറഞ്ഞ ഞാൻ മിഠായി തരാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അക്ഷരത്തിൽ പഠിക്കാൻ 7ാം ക്ലാസ് ശാക്തീകരണം അല്ലെ. GK എംപവർമെന്റ്. GK എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ശാക്തീകരണം. ശാക്തീകരണം തന്നെ എംപവർമെന്റ്. നമ്മളൊരു വിഷയം നമ്മുടെ വഴിയാണ് എന്ത്? ശാക്തീകരണം അല്ലെ. പിന്നെ ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ കൈവന്തിച്ച് ജനറൽ അവയർനെസ്. മിഠായി വേണമെങ്കിൽ നല്ല ആലോചിച്ച് പറഞ്ഞു. പൊതുവായ ഇല്ല, പകുതി മിഠായി കിട്ടുള്ളൂ. പൊതുവായ ഓക്കെ. പൊതുവായ ജനറൽ ഓക്കെ. 80 വരെ എത്തി. ഒന്നും കൂടി വരട്ടെ. അവയർ നല്ല നോളജിന്റെ കുട്ടികളാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഒരു പേരെന്താണ്? സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുക. വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. ബിഗ് ക്ലാപ്പ് എടുത്തേ. ഓക്കെ. നിങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്. നിങ്ങൾക്ക് വളർന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട ഒരുപാട് ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു 3 മാസം മുമ്പ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇന്ന് കേരളത്തിൽ ഏകദേശം 1440ഓളം സ്കൂളുകളിലും കോളേജുകളിലാണ് മയക്കുമരുന്നുമായി വിപണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാം. ഏകദേശം 1400ഓളം കോളേജുകളിൽ സ്കൂളിൽ. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇന്ന് പഠനം പറയുന്നത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് 13 വയസ്സ് മുതൽ, നിങ്ങളൊക്കെ പ്രായം മുതൽ 13 വയസ്സ് മുതൽ 27, 25 വയസ്സ് വരെയുള്ള ചുറുചുറുക്കുള്ള യുവാക്കളും യുവതികളും വിദ്യാർത്ഥിനികളാണ് ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. നാളെ നിങ്ങൾ കോളേജിൽ പോകേണ്ട 10ാം ക്ലാസ് കഴിഞ്ഞ് അതല്ലെങ്കിൽ വേറെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ നിങ്ങൾ പോവുകയാണ് അല്ലെ. ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം. പ്രൈവറ്റ് ബസ്സിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ബസ്സിൽ ഒരാളെ പരിചയപ്പെട്ടു. ഒരാൾ നിങ്ങളോട് ചിരിച്ചു. രണ്ടാമത് മൂന്നാമത് നിങ്ങളോട് ചിരിച്ചു. പേര് ചോദിച്ച് പരിചയപ്പെട്ട് നിങ്ങളെ കമ്പനിയാക്കി. ഒരു ദിവസം അദ്ദേഹം പറയാണ് നിങ്ങളോട് നമുക്ക് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഐസ്ക്രീം നിങ്ങൾക്ക് മേടിച്ചു. അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും ഈ 10 വർഷത്തിലുള്ള ഒരു സാധാരണ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തി ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പരമാവധി 8 വർഷം 10 വർഷം മാത്രമാണ് അവർക്ക് ആയുസ്സുണ്ടാവുക. അതിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് എന്തുണ്ട്? ആന്തരിക അവയവങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് ഒരുപാട് തരത്തിലുള്ള മയക്കുമരുന്നുകളുണ്ട്. സിന്തറ്റിക് രൂപത്തിലുള്ള മയക്കുമരുന്ന്, നാച്ചുറൽ രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ. ഡോക്ടർ ജോസഫ് വെള്ളം പറഞ്ഞില്ല, പക്ഷെ നാവ് വേണ്ട. എന്താ പറയാ? മടി വരുന്ന സമയത്ത് മൈൻഡ് നമ്മൾ പഠിച്ചത് മനസ്സിൽ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് നമ്മുടെ എന്താണ് ചിന്തിക്കണം. ഓക്കെ. അപ്പൊ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ എന്താണ് വേണ്ടത്? നമ്മുടെ മെമ്മറിയിൽ നിൽക്കണം അല്ലെ. പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ മെമ്മറിയിൽ നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉറപ്പാണോ? ഈ എല്ലാത്തിനും ഉത്തരം പറയണ്ടല്ലോ. ഓക്കെ. ആ കുട്ടിക്ക് മിഠായി കൊടുക്കണ്ടോ? ടീച്ചർ കുറച്ച് എടുത്ത കറക്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിക്കുക അല്ലെ. സക്സസ് എന്ന് പറഞ്ഞാലോ സക്സസ് ഒരാൾ എന്ന് പറഞ്ഞാൽ വിജയം. നമ്മൾ ഏത് വിഷയം നമ്മൾ പരീക്ഷ എഴുതുകയാണെങ്കിലും നമ്മൾ സക്സസ്, നമ്മൾ ജയിക്കണം അല്ലെ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും നിങ്ങളടുത്ത് എന്താ പറയാ? നിങ്ങൾ ജയിക്കണം, പാസ്സാകണം എന്ന് മാത്രമല്ല പറയല്ലേ. എല്ലാത്തിനും ഫുൾ മാർക്ക്. പിന്നെ എന്താ പറയല? എല്ലാം അങ്ങനെയല്ലേ പറയാ? പാസ്
ഇതിലൊക്കെ എന്താണ് നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കുക, അത്ര രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലാക്കി ട്രൈ വൺ മോർ, ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രമിക്കുക. ട്രൈ അഗൈൻ, ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രമിക്കുക. മനസ്സിലായോ? ആയ രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക. ഒരേ രീതിയിൽ വായിച്ചിട്ട് കാര്യമല്ല. മനസ്സിലായോ? ട്രൈ ഡിഫറെന്റ് വേ, വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക. മനസ്സിലാക്കി കുറച്ചും കൂടി വൈഡായിട്ട് പഠിച്ച് മനസ്സിലാക്കി ശ്രമിക്കുക. 9ാമത്തെ മനസ്സിലായോ? റേഡിയോയിൽ വരാറുണ്ട്, കറക്റ്റ്. അത് നിങ്ങൾ ടിവിയിലോ ടെലിവിഷനിലൊക്കെ വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ അതിന് പ്രത്യേകം സമയം മാറ്റി വെക്കണം. വെറുതെ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഇതിലൂടെ വിട്ടിട്ട് കാര്യമുണ്ടോ? അതല്ലെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചാൽ മൊബൈൽ ഓൺ ചെയ്ത് വെക്കുക. മൊബൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്ര ഡോക്യുമെന്ററികൾ, അതുപോലത്തെ സംവാദങ്ങൾ, ഡിസ്കഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, അത് പതുക്കെ മനസ്സിലാക്കി അത് എന്താണ് അവർ പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ അറിവുകൾ നേടാം. അത് എഴുതി വെക്കണം. അത് ഹിസ്റ്റോറിക്കലായിട്ട് വരാറുണ്ട്, കൾച്ചറിക്കലായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് വരാം, ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ സബ്ജക്ട് ഏതാണോ, ഏത് സബ്ജക്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. സംസാരിക്കും. ഈ 50 കുട്ടികളെ ഒരു ബസ് എടുത്ത് ഞാൻ മലമ്പുഴ കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് തിരിച്ച് നിങ്ങൾ കൊണ്ടുവരും. ഞാനും വരും നിങ്ങളവിടെ. സ്ഥലം മാറ്റി ആദ്യം പഠിക്കും. പൈസ ഒന്നും തരണ്ട, ഒന്നും തരണ്ട. മാഷ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ 50 കുട്ടികളെ നന്നായിട്ട് പഠിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഞാനും മുഹമ്മദ് അലി മാഷ് ഇവിടെ ഇരിക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതിൽ ഇത്ര പോയിന്റ് ഉണ്ടാവും, 100 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക്, 10 മാർക്ക്. ഇത്രയും കുട്ടികളെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ സാറോട് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ. ഈ പറയുന്ന കുട്ടികൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കാം. നന്നായിട്ട് പഠിച്ച് അതിന്റെ നിങ്ങൾക്കൊരു ഒരു ടെസ്റ്റ് തരും ഇവിടെ വന്നിട്ട്. ആ ടെസ്റ്റിൽ സക്സസ് ആണ് തീർച്ചയായിട്ടും കൊണ്ടുപോകും. ലക്ഷ്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവരിവിടെ വന്നു അല്ലേ? സ്കൂൾ വീട്ടിൽ നിന്ന് തൊട്ടപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? പഠിത്തല്ല, സ്കൂളിൽ എത്തണം എന്നുള്ളത് അല്ലേ? സ്കൂളിലെത്തി പിന്നത്തെ ലക്ഷ്യം എന്താണ്? ഉച്ചക്ക് കുട്ടിയാണോ, കറുത്ത കുട്ടിയാണോ, വെളുത്ത കുട്ടിയാണോ, അല്ലെങ്കിൽ ചെവി കേൾക്കുന്നതാണോ, കണ്ണ് കാണാത്ത കുട്ടിയാണോ, കൈകാലുകൾ ഉള്ളതില്ലാത്ത കുട്ടിയാണോ എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് സ്നേഹിച്ചതല്ലേ നമ്മുടെ അമ്മ? നമ്മളെപ്പോഴല്ലേ നമ്മൾ ആദ്യം സ്നേഹിച്ചത്? ഡോക്ടർ പറയാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മനെ അച്ഛൻ മാതാപിതാക്കളുടെ കൂടെ നിൽക്കണം. നിങ്ങൾ കൂട്ടുകാരികളൊക്കെ വേണം. പക്ഷെ മാതാപിതാക്കൾ പറയുന്ന അവരോട് മുഖത്ത് നോക്കി ഇച്ഛയെന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് സങ്കടം ഉണ്ടാക്കരുത്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് അവർ നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോട് കൂടി ജീവിക്കുന്ന മാതാപിതാക്കൾ, എൻ്റെ പൊന്നു മക്കള് ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. അധ്യാപകരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അധ്യാപകർ പറയുന്ന അനുസരിക്കണം. എന്നിവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് ജസ്റ്റ് കേട്ടു പോകുന്നതിനപ്പുറം നാളെ മുതൽ, ഈ സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം, പുതിയൊരു ലൈഫ്, പുതിയൊരു തന്നെയാണ്, പുതിയൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവിടെ കൂടിയ നിങ്ങൾക്കും ഇവിടെ ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന PDFS അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാർ, ഇവർക്ക് നമ്മൾ ചെലവഴിച്ച സമയത്തിനൊക്കെ നമുക്കൊരു എന്തുണ്ടാവാം, ഒരു ബെനിഫിറ്റ്, ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല മക്കളായി, പൊന്നു മക്കളായി ടു റീച്ച് ദ സക്സസ് 10 പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും അതുമായിട്ട് കണക്റ്റഡ് ആണോ? കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ദ ആൻസർ. സ്കൂൾ ഇല്ല, സ്കൂൾക്ക് അതൊരു സ്കൂൾ കോളേജ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ പാർട്ട് ഓഫ് അവർ എയിം, ഒരു ലക്ഷ്യം മാത്രമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ കണ്ടതെല്ലാം കിട്ടിയതെല്ലാം 7, 8, 9, 10 ഹാപ്പിയായോ? ഓക്കെ,
നമുക്ക് നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. പിന്നെ നിങ്ങൾ അധികം പേരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. നേതൃത്വത്തിൽ നടത്തുന്ന അറിയാൻ പകരം എല്ലാ മാസവും നടത്തുന്ന മന്ത്ലി ക്വിസിന്റെ സമ്മാന വിതരണമാണ് ഇനി നടത്താൻ പോകുന്നത്. ജനുവരി മാസത്തിൽ നടന്ന ക്വിസിൽ 1ാം സ്ഥാനം 2 പേരാണ് അന്ന് പങ്കിട്ടെടുത്തത്. അത്തൂഫ യാസീൻ 5D, അനഘ 6D. ഈ 1ാം സമ്മാനം നൽകുന്നതിനായി റഹ്മാൻ സാറെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുപാട് നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ സമ്മാനിച്ച ബഹുമാനപ്പെട്ട റഹ്മാൻ സാറിനും മറ്റ് ഗ്ലാഡ് മെമ്പേഴ്സിനും ഒത്തിരി സ്നേഹവും നന്ദിയും